കൊച്ചിയിൽ റോഡിൽ വെള്ളമൊഴുകുന്നത് മണ്ണിട്ട് തടഞ്ഞത് ചോദ്യം ചെയ്ത യുവതിക്ക് അയൽവാസിയുടെ ക്രൂരമർദ്ദനം, ഇരുമ്പ് ചൂലുകൊണ്ട് കഴുത്തിൽ കുത്തി പരിക്കേൽപ്പിച്ചു. ആക്രമണത്തിൽ യുവതിയുടെ കഴുത്തിൽ ഗുരുതരമായി പരിക്കേറ്റു. അയൽവാസിക്കെതിരെ നിസാര വകുപ്പാണ് പോലീസ് ചുമത്തിയതെന്ന് പരിക്കേറ്റ ഷീജ പറഞ്ഞു. ആദ്യം ആക്രമണ ദൃശ്യങ്ങളിലേക്ക്. തോണ്ടാനും പിച്ചാനും വന്നിട്ട് ഞാൻ നിന്ന് ഇഷ്ടമതിനകത്ത് കയറി വന്ന് താൻ എന്നെ കൈവച്ചതാ. പിന്നെ ഞാനതിന് നിന്നേരാത്തോണ്ടല്ലേ പല തവണ വന്ന് താൻ എന്നെ ഉപദ്രവിച്ചിട്ടുണ്ട്. ആ പ്രതികരണം കൂടി കാണാം ഇതിലേക്ക്. എന്നെ കഴുത്തിനിട്ടാണ് കുത്തിയത്. ഇത്രയും മൂർച്ചയുള്ള ഒരു സാധനം വെച്ച് എൻ്റെ കഴുത്തിന് കുത്തിയിട്ട് ഈ മെമ്പർ കൗൺസിലറുടെ ഒക്കെ സാന്നിധ്യത്തിൽ, ഇവരൊക്കെ എന്ത് പൊതുപ്രവർത്തകരാണെന്ന് എനിക്കറിയില്ല, ഇട്ട് കുത്തിയിട്ട് അതും കഴിഞ്ഞ് രണ്ടാമത്തെ കുത്തിന് ഞാൻ തിരിഞ്ഞിട്ടില്ലായിരുന്നെങ്കിൽ എൻ്റെ കണ്ണിലോ വേറെ എവിടെയെങ്കിലും പറ്റിയിരുന്നെങ്കിൽ ആര് സമാധാനം പറയും? ഞാൻ മരിച്ചു പോകുന്ന രീതിയിൽ അയാൾ അത്രയും മൂക്കിലാണ് അത് കുത്തിയിട്ടുള്ളത്. നിങ്ങൾക്ക് ആ വീഡിയോ കണ്ടാൽ തന്നെ മനസ്സിലാവും. കൂടുതൽ വിവരങ്ങളുമായി സഹിൻ ആന്റണി ചേരുകയാണ്. സഹിൻ, വലിയ പരിക്കേറ്റു എന്നതാണ് ഈ യുവതി പറയുന്നത്. എന്താണ് ഈ സംഭവത്തിന്റെ പശ്ചാത്തലം? നേരത്തെയും ഇവർ തമ്മിൽ ഇത്തരത്തിൽ തർക്കങ്ങൾ ഉണ്ടായിരുന്നു? അതായത് ഇവരുടെ അയൽവാസിയാണ് സണ്ണി എന്ന് പറയുന്ന ആളാണ് ഇവരെ ഈ ഇരുമ്പ് ചൂല് കൊണ്ട് കുത്തി പരിക്കേൽപ്പിച്ചത്. ഷീജ കളപ്പുരക്കൽ എന്ന് പറയുന്ന ഒരു കലാകാരിയാണ്. ഇവർക്ക് ഇവരുടെ വീട്ടിലേക്ക് വെള്ളം ഒഴുകാറുണ്ടായിരുന്നു. സാധാരണ റോഡിലൂടെ വെള്ളം ഒഴുകാറുണ്ടായിരുന്നു. പക്ഷേ ഈ സണ്ണി ആ വീടിന് മുന്നിലുള്ള വെള്ളം ഒഴുകുന്ന ഭാഗം കെട്ടിവെക്കുകയായിരുന്നു. ഇത് ചോദ്യം ചെയ്തതോടുകൂടിയാണ് സണ്ണിയുമായി ഇവർ തർക്കത്തിലാകുകയും കയ്യിൽ കരുതിയിരുന്ന അല്ലെങ്കിൽ അയാൾ ഉപയോഗിച്ചിരുന്ന ഇരുമ്പ് ചൂല് കൊണ്ട് ഈ സ്ത്രീയുടെ കഴുത്തിനാണ് കുത്തി പരിക്കേൽപ്പിച്ചിരിക്കുന്നത്. കഴുത്തിന് സാരമായി പരിക്കേറ്റിട്ടുണ്ട്. ഇവർ ചികിത്സ തേടിയിട്ടുമുണ്ട്. ഇതിനിടയിലാണ് ഈ സണ്ണിക്കെതിരെ പോലീസ് കാര്യമായ വകുപ്പുകളൊന്നും തന്നെ ചുമത്തിയില്ല, നിസ്സാര വകുപ്പുകൾ ചുമത്തി എന്നുള്ളതാണ് ഇവരുടെ പരാതി. മാത്രമല്ല ഒരു സ്ത്രീയെ ഇരുമ്പ് ചൂലുകൊണ്ട് കുത്തി പരിക്കേൽപ്പിച്ചിട്ടും അത് പോലീസ് വേണ്ട നടപടികൾ സ്വീകരിച്ചില്ല എന്നുള്ളതാണ് ഷീജ പറയുന്നത്. എന്തായാലും കൂടുതൽ പരാതിയുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് ഷീജ തീരുമാനിച്ചിരിക്കുന്നത്. വെള്ളം ഒഴുകുന്നത് ചോദ്യം ചെയ്തതിനാണ് ഈ ക്രൂരമായ പീഡനം അല്ലെങ്കിൽ ആക്രമണം അവരെ ഇറക്കേണ്ടി വന്നത്. പ്രത്യേകിച്ചും മുഖ്യമന്ത്രിയുടെ നാടായിട്ടുള്ള പറവൂരിനടുത്തുള്ള അയ്യമ്പള്ളിയിലാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത് എന്നുള്ളത് കൂടി എടുത്തു പറയേണ്ടതാണ്. ശരി സഹിൻ, എന്തായാലും ഒരാൾ ഇത്തരത്തിൽ ഉപദ്രവിച്ചിട്ടും കാര്യമായ വകുപ്പുകൾ ചുമത്തിയില്ല എന്നതാണ് അവരുടെ ആരോപണം. എന്തായാലും നിയമ പോരാട്ടവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് ഷീജയുടെ തീരുമാനം.